ഇപ്പോൾ കോൺഗ്രസിന്റെ സമരാഗ്നി സമര പരിപാടിയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അവിടേക്ക് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തിയിരിക്കുകയാണ്. ഇരുവരും പങ്കെടുക്കുന്ന റോഡ് ഷോയോടെയാണ് ഈ സമാപന റാലി നടക്കുന്ന സമ്മേളന വേദിയിലേക്ക് ഇരുവരും എത്തുക. റോഡ് ഷോ ആരംഭിക്കുകയാണ്. ഇരുവരും വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. സമരാഗ്നി കടന്നു വരികയാണ്. ചരിത്രം വഴിമാറിക്കൊണ്ട് ഉജ്ജ്വലമായ ഒരു മാറ്റത്തിന് കേരളം റോഷിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റോഷിപാൽ, KPCC പ്രസിഡന്റും K സുധാകരനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. എത്ര ദൂരമുണ്ട് ഈ റോഡ് ഷോ? എപ്പോഴായിരിക്കും സമാപന സമ്മേളനം തുടങ്ങുക? രേവന്ത് റെഡ്ഡി എത്തിക്കഴിഞ്ഞു. ബിനിൽ, അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്നും സമരാഗ്നി യാത്ര തുടങ്ങും. KPCC അധ്യക്ഷൻ K സുധാകരനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന കോൺഗ്രസിന്റെ പ്രക്ഷോഭ യാത്ര ഇവിടെ സമാപന സമ്മേളന വേദിയിലേക്ക് ഇവിടെ തുടക്കമായിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് പരിസരത്തും പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സേവാദൾ അടക്കമുള്ള പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്. വലിയ ആവേശത്തോടെ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്ന രീതിയിലാണ് ഇന്ന് യാത്രയുടെ സമാപന സമ്മേളനവും ഒരുക്കിയിരിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ദേശീയ നേതാക്കൾ പരിപാടിയിൽ എത്തിച്ചേരുന്നു. ഏതായാലും ഇവിടെ സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും ഈ സമരാഗ്നി യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. വലിയ രീതിയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇന്ന് സമരാഗ്നി സമാപിക്കുന്നത്. ഒപ്പം ഓരോ ഇടങ്ങളിലും പ്രധാനപ്പെട്ട വിവിധ മേഖലകളിലെ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തി ഓരോ മേഖലകളിലെയും തൊഴിൽ മേഖലകളടക്കം നേരിടുന്ന പ്രതിസന്ധികളടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് സമരാഗ്നി മുന്നോട്ട് നീങ്ങിയത്. ഏതായാലും സമരാഗ്നിയിലൂടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ സ്വീകരണത്തോടെയാണ് സമരാഗ്നിയുടെ അവസാന യാത്ര, അതിന്റെ സമാപനത്തിലേക്ക് അടുക്കുന്ന യാത്രക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്ത് തുടക്കമായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സംഘടനാ സംവിധാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എണ്ണയിട്ട യന്ത്രം പോലെ കുറ്റമറ്റതാക്കി മാറ്റും, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരു നേതാക്കളും സമരാഗ്നി തുടങ്ങിയിരുന്നത്. ഇപ്പോൾ സമരാഗ്നി കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ആ വിധത്തിൽ സംഘടനാപരമായി മുന്നേറാൻ സാധിച്ചുവെന്ന് കോൺഗ്രസിന് ആത്മാർത്ഥമായ വിലയിരുത്തലുണ്ടോ? ഇതിൽ ഏതാണ്ട് 34 ഇടങ്ങളിലാണ് സമരാഗ്നിക്ക് സ്വീകരണം ലഭിച്ചത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ സമരാഗ്നി യാത്ര ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു യാത്ര, രാഷ്ട്രീയ പ്രചാരണ യാത്ര കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് KPCC അധ്യക്ഷൻ മാത്രം നയിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തത്. പിന്നീട് AICCയുടെ നിർദ്ദേശപ്രകാരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചേർന്ന് നയിക്കുന്ന രീതിയിലേക്ക് സമരാഗ്നി ആസൂത്രണം ചെയ്തു. ഒന്ന്, ഓരോ ഇടങ്ങളിലും അവിടെ പ്രാദേശികമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളടക്കം പരിഹരിച്ച്, സംഘടനയിലെ തർക്കങ്ങളടക്കം പരിഹരിച്ച്, മറ്റൊന്ന് ഓരോ ഇടങ്ങളിലും ഓരോ മേഖലകളിൽ ഇപ്പോൾ സാമൂഹ്യ പെൻഷൻ ലഭിക്കാത്തവരുമായി സംസാരിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ് നിന്നും യാത്ര തുടങ്ങുമ്പോൾ അവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി സംസാരിക്കുന്നു. ആ തരത്തിൽ ഓരോ മേഖലകളിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ യാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുന്നത്.